2 ദിവസങ്ങൾക്ക് മുൻപ് ജബലിയയിൽ ഇസ്രായേൽ സൈന്യം സിവിലിയന്മാർക്ക് നേരെ നടത്തിയ ആക്രമണം. അതിൽ കൊല്ലപ്പെട്ടത് 74 പേർ. അതിൽ 6 മാസം മുതൽ 12 വയസ്സുവരെയുള്ള 9 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ഉമ്മയുടെ 10 മക്കളിൽ 9 പേർ. ശിശുരോഗ വിദഗ്ധയായ അവർ ഖാൻ യൂനിസിലെ ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോഴായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ കത്തിക്കരിഞ്ഞ ശരീരം അവിടേക്കെത്തിയത്. രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ചിരികളികളുമായി നിന്ന കുഞ്ഞുങ്ങൾ അതാ തൻ്റെ മുന്നിൽ ജീവനറ്റ്. ഇസ്രായേലി ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളായിരുന്നു ആ ആശുപത്രിയിൽ നിന്ന് അന്ന് ലോകം കണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച പുലർച്ചെ പതിവ് പോലെ ജോലി ചെയ്യുന്ന നാസർ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഡോക്ടർ അല അൽ നജ്ജാർ. 10 മക്കളാണ് അവർക്ക്. ഓരോരുത്തരോടും യാത്ര പറഞ്ഞു. അവരുടെ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഭർത്താവിനോട് ആവർത്തിച്ചോർമ്മിപ്പിച്ചു. ഏറ്റവും ഇളയവളായ 6 മാസം പ്രായമുള്ള സൈദൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവരുടെ അയൽപ്പക്കങ്ങളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും പോകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക്. കാരണം ഗസയിൽ ശേഷിക്കുന്ന ചുരുക്കം ഡോക്ടർമാരിൽ ഒരാളാണ് അല, നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ ശിശുരോഗ വിദഗ്ധ. ഓരോ മണിക്കൂറിലും വീഴുന്ന ഇസ്രായേൽ ബോംബുകളിൽ അല്പജീവൻ ബാക്കിയായ കുഞ്ഞുങ്ങളുടെ ആകെയുള്ള അഭയം. ആശുപത്രിയിലെത്തി മണിക്കൂറുകൾ പിന്നിടവേ എമർജൻസി റൂമിലേക്ക് കത്തിക്കരിഞ്ഞ 7 കുഞ്ഞു ശരീരങ്ങളെത്തി. ശരീരമെന്ന് പറയാമോ എന്നറിയില്ല. എല്ലുകളിൽ നിന്ന് വേർപെട്ട നിലയിൽ കുറച്ച് മാംസഭാഗങ്ങൾ മാത്രമായിരുന്നു അത്. അതിലേക്ക് ഒരു നോക്ക് നോക്കിയ ശേഷം അല സ്തംഭിച്ചു. കാരണം ആ കൊണ്ടുവന്നത് താൻ നൊന്തുപെറ്റ മക്കളുടെ വെന്തുകരിഞ്ഞ ശരീരമായിരുന്നു. തൻ്റെ 7 പൊന്നോമനകൾ. പകച്ചു നിൽക്കുകയോ പൊട്ടിക്കരയുകയോ ആയിരുന്നില്ല അല ചെയ്തത്. പകരം ബാക്കി 3 കുഞ്ഞുങ്ങളെവിടെയെന്ന് അല തേടി. 11 വയസ്സുള്ള ആദത്തിന് മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. 10 മക്കളിൽ ശേഷിച്ചത് അവൻ മാത്രമായിരുന്നു. ഭർത്താവ് ഹംദി അൽ നജ്ജാറിനും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. അലയുടെ ഭർത്താവ് 40-കാരനായ ഹംദി അൽ നജ്ജാറും ഡോക്ടറാണ്. മുഖം പോലും തിരിച്ചറിയാനാകാത്ത വിധം ശരീരത്തിന് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു ഹംദിക്ക്. തലച്ചോറിനും ശ്വാസകോശത്തിനും വൃക്കയ്ക്കും അതിഗുരുതരമായ പരിക്ക്. വലത് കൈ അറ്റുപോയിരുന്നു. തൻ്റെ ഭർത്താവിനെയും ആദമിനെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച ശേഷം അല നേരെ വീട്ടിലേക്കോടി. അവിടെ എത്തുമ്പോൾ മകൾ റവാനിന്റെ ശരീരം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകർ. ഒരിക്കൽ കൂടി മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് കണ്ണീരോടെ ആ ഉമ്മ രക്ഷാപ്രവർത്തകരോട് അപേക്ഷിച്ചു. എന്നാൽ റവാനിന്റെ ശരീരം ഒരു ഭാഗം മുഴുവൻ സൈനിസ്റ്റുകളുടെ കൊടും ക്രൂരതയിൽ കത്തിപ്പോയിരുന്നു. മറ്റു 2 മക്കൾ 12 വയസ്സുള്ള യഹിയ, 6 മാസം പ്രായമുള്ള സൈദൻ. അവരെ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. അല ആശുപത്രിയിലേക്ക് പോയ ശേഷം കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായി പുറത്തേക്ക് പോയതായിരുന്നു ഹംദി. തിരിച്ചെത്തിയപ്പോൾ ഒരു മിസൈൽ വീടിന് നേരെ വന്നെങ്കിലും അത് പൊട്ടിത്തെറിച്ചില്ല. അപകടം മണത്ത ഹംദി കുട്ടികളെ രക്ഷിക്കാൻ വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. അതിനിടെ 2ാമത്തെ ആക്രമണം. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീടും പരിസരവും കത്തിച്ചാമ്പലായി. റോഡിൽ ചിതറിക്കിടന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ആദമിനെ കണ്ടെത്തുന്നത്. കറുത്ത പുകയിൽ മൂടിയിരുന്നു അവന്റെ ശരീരം. ജീവനുണ്ടെന്ന് തിരിച്ചറിയാൻ കുറച്ച് നിമിഷം വേണ്ടി വന്നു. തൊട്ടടുത്ത് രക്തം വാർന്ന് തലയിലും നെഞ്ചിലും മുറിവുകളോടെ ഒരു കൈയറ്റ നിലയിലായിരുന്നു ഹംദി. അപ്പോഴും ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഹംദി. മകൾ റവാനിന്റെ ശരീരവും മെഡിക്കൽ ജീവനക്കാർ കൊണ്ടുപോയതിന് പിന്നാലെ അല ആശുപത്രിയിലേക്ക് തന്നെ മടങ്ങി. മോർച്ചറിയിലേക്ക് മാറ്റിയ മക്കളുടെ മൃതദേഹങ്ങൾ കണ്ട അലയ്ക്ക് അവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയുമായിരുന്നില്ല. അല മോർച്ചറിയിൽ ചെന്ന് തൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ഖുർആൻ ഓതി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം തിരികെ ജോലിയിലേക്ക്. ദിവസവും ഡസൻ കണക്കിന് കുട്ടികളെയും രോഗികളെയും പരിചരിക്കുന്ന ഭാരപ്പെട്ട ചുമതലകൾക്കിടയിലും തൻ്റെ കുടുംബത്തെ അല ഒരു കുറവും കൂടാതെ ചേർത്ത് നിർത്തിയിരുന്നു. താൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഒരിക്കലും തന്റെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. ഒപ്പം താങ്ങായി ഭർത്താവ് ഹംദിയും ഉണ്ടായിരുന്നു അലയ്ക്കൊപ്പം. തന്റെ 7 മക്കളുടെ ജീവനറ്റ ശരീരത്തോട് വിട പറഞ്ഞ ശേഷം അല പോയത് അല്പജീവൻ ബാക്കി നിൽക്കുന്ന മകൻ ആദമിനെ ചികിത്സിക്കുന്ന വാർഡിലേക്കായിരുന്നു. അല വളരെ ശാന്തയായിരുന്നു. ക്ഷമയോടെ അവർ ജോലി ചെയ്യുന്നു. അവരുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നത് ദൈവത്തിന് സ്തുതി പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാത്ത സമയങ്ങളിൽ നിശബ്ദ. സഹപ്രവർത്തകർ ഓർത്തെടുക്കുന്നുണ്ട്. ഖാൻ യൂനിസിൽ IDF സൈനികർക്ക് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന സംശയം തോന്നി ചിലരെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം. ഈ പ്രദേശത്ത് ആക്രമണം നടത്തും മുൻപ് സിവിലിയന്മാരെ ഒഴിപ്പിച്ചിരുന്നുവെന്ന ന്യായവുമുണ്ട് ഇതിനോടൊപ്പം. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് 60,000-ഓളം മനുഷ്യരെയാണ്. അതിലധികവും സ്ത്രീകളും കുട്ടികളും. എന്നിട്ടും ലോകരാജ്യങ്ങൾക്ക് സൈനിസ്റ്റ് ഭരണകൂടത്തെ ഒരു തരത്തിലും തടയാനാകുന്നില്ല എന്നിടത്ത് ആഗോള ജനതയുടെ പരാജയം കൂടിയാണ് വ്യക്തമാകുന്നത്.